ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ കേരളത്തിലെ തിരുനാവായ നടക്കുന്ന കുംഭമേള കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ കിഷിക്കുട്ടനൊക്കെ വെളുപ്പിനെ എണീറ്റ് റെഡിയായി. ഞങ്ങളങ്ങനെ ഞാനും അമ്മയും കിഷിക്കുട്ടനും യദുചേട്ടനും ഒക്കെ കൂടി പോവുകയാണ്. ഫെബ്രുവരി 1 ഞായറാഴ്ചയാണ് ഞങ്ങൾ ഈ കുംഭമേള കാണാനായിട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പേയാൻ പാർക്കിങ്ങിലൊന്നും കാർ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയില്ല. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അകലെ റോഡ് സൈഡിലാണ് കാർ പാർക്ക് ചെയ്തത്. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലാണ് ആദ്യമായിട്ട് തൊഴാൻ പോയത്. നല്ല വെയിലും നല്ല തിരക്കുമായിരുന്നു. അതുമാത്രമാണ് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. ഭാരതപ്പുഴയുടെ ഇക്കരെയാണ് നവാമുകുന്ദ ക്ഷേത്രം. ഭാരതപ്പുഴയുടെ അക്കരെ ഒരു ബ്രഹ്മക്ഷേത്രവും ഒരു ശിവക്ഷേത്രവും ഉണ്ട്. ഭാരതപ്പുഴയുടെ അക്കരയ്ക്ക് പോകാനായിട്ട് ഒരു ചെറിയ താൽക്കാലിക നിർമ്മിത പാലം ഇട്ടിട്ടുണ്ട്. ആ പാലം കടന്നതിന് ശേഷം വീണ്ടും ഒരു 1/2 കിലോമീറ്ററോളം നമ്മൾ നടക്കണം. അങ്ങനെ നടന്നിട്ട് വേണം നമുക്ക് ബ്രഹ്മക്ഷേത്രത്തിലും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിലും ഒക്കെ തൊഴാൻ പറ്റുള്ളൂ. ഈ ബ്രഹ്മക്ഷേത്രവും ശിവക്ഷേത്രവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് തവനൂർ എന്ന സ്ഥലത്താണ്. ഈ 2 അമ്പലങ്ങളിലും തൊഴുതിന് ശേഷം വീണ്ടും പാലം കയറി വേണം നമ്മൾ തിരുനാവായ എത്താനായിട്ട്. തവനൂരിൽ നിന്ന് തിരിച്ച് തിരുനാവായ റോഡ് മാർഗം വഴി എത്തണമെങ്കിൽ ഏകദേശം 16 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടി വരും. തിരക്ക് കൂടിക്കൂടി വരുന്ന കാരണം വൈകിട്ട് വരെ നിൽക്കേണ്ടത് ഞങ്ങൾ തീരുമാനിച്ചു. തിരിച്ച് പാലം കടന്ന് തിരുനാവായ എത്താനായിട്ട് അതിലും നല്ല തിരക്കായിരുന്നു. അങ്ങനെയോ ഞങ്ങൾ ഞങ്ങളുടെ കാർ പാർക്കിങ്ങിൽ തിരിച്ചെത്തി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കോഴിക്കോടേക്ക് യാത്ര തുടങ്ങി. ഞങ്ങൾ ഫുഡ് കഴിക്കാനൊന്നും അവിടെ നിന്നില്ല, കാരണം ഭയങ്കര തിരക്കാണ്. റോട്ടിലും തിരക്കാണ്, അതുപോലെ തന്നെ കടകളിലും ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു. എല്ലാവർക്കും നല്ല വിശപ്പും ദാഹമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കോഴിക്കോടെത്തി ഭക്ഷണം കഴിച്ച് ലുലുന്ന് ചെറിയൊരു ഷോപ്പിംഗ് നടത്തി ഞങ്ങൾ തിരിച്ചെത്തി. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.